ഹലോ ഫ്രണ്ട്സ്, ഹസസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നൊരു എനർജി ബാറാണ് ചെയ്യുന്നത്, ഗ്രനോള ബാർ. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഓട്സ് എടുത്തിട്ടുണ്ട് ഞാൻ, 1/2 കപ്പ് ഓട്സ്. പിന്നെ എടുത്തിരിക്കുന്നത് പൊരിയാണ്, 1/2 കപ്പ് പൊരി. നിലക്കടല വറുത്തത് 1/3 കപ്പ്, ഡേറ്റ്സ് 1/3 കപ്പ്, ചെറീസ് 1/3 കപ്പ്, ഉരുക്കിയ ശർക്കര എടുത്തിട്ടുണ്ട് 1/2 കപ്പ്, അണ്ടിപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ബദാം 1 ടേബിൾ സ്പൂൺ, മുന്തിരി 1 ടേബിൾ സ്പൂൺ, വെണ്ണ 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് എനർജി ബാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 കപ്പ് ഓട്സ്. ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്ത ഓട്സ് ആണിത്. അതേപോലെ തന്നെ ചെറുതായിട്ട് വറുത്ത പൊരി 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത നിലക്കടല 1/3 കപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്, 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്. ബദാം ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ. നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നല്ല ഈസിയാണ്. മുഴുവനും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം, 1/3 കപ്പ്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറീസ് കട്ട് ചെയ്തിട്ട് 1/3 കപ്പ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ മുന്തിരി 1 ടേബിൾ സ്പൂണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉരുക്കിയ ശർക്കര എടുത്തിട്ടുണ്ട് 1/2 കപ്പ്. റൂം ടെമ്പറേച്ചറിലെ ബട്ടർ ഉരുക്കിയ ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പൊടിയിലേക്ക് ഉരുക്കിയ ശർക്കരയും ബട്ടറും കൂടി ചേർന്ന് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സമയം പുറത്തെടുത്ത് വെച്ച ബട്ടർ വേണം ഉപയോഗിക്കാൻ. ഞാൻ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബട്ടർ തടവിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൂട്ടിട്ട് കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം. ഞാൻ വേറൊരു മെത്തേഡിലാണ് കാണിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ സെയിം ആണ്. ഇതിലേക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ. അണ്ടിപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് നിലക്കടലയാണ്. വറുത്തെടുത്ത നിലക്കടല 1/3 കപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പിന്നെ ചേർത്തെടുക്കുന്നത് വറുത്ത പൊരിയാണ്, 1/2 കപ്പ് വറുത്ത പൊരി. ഓട്സ് ആണ് പിന്നെ ചേർത്തെടുക്കുന്നത്, 1/2 കപ്പ് ചെറുതായിട്ട് വറുത്ത ഓട്സ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ചിട്ടില്ല. നേരത്തെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ കാണിച്ച ബാറിൽ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് പിന്നെ ചേർത്തെടുക്കുന്നത് മുന്തിരിയാണ്, 1 ടേബിൾ സ്പൂൺ മുന്തിരി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് അതേപോലെ തന്നെ 1/3 കപ്പ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറീസ് 1/3 കപ്പ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്തെടുക്കുന്നത് ഉരുക്കിയ ശർക്കരയാണ്, 1/2 കപ്പ് ഉരുക്കിയ ശർക്കര. ബട്ടർ ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ ബട്ടർ. റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മിക്സായി കിട്ടില്ല. ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ അതേമാതിരി തന്നെ ഉപയോഗിക്കുമ്പോൾ നല്ല കട്ടിയായിരിക്കും. ഇങ്ങോട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ശരിക്കും മിക്സായി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലെ ബട്ടർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. നന്നായിട്ട് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് ചെറിയ ചെറിയ ബാറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് ചെറിയ ചെറിയ ബാർസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ചെയ്ത മെത്തേഡിലും ഇതിലും സാധനങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ്, സെയിം ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അത് ടേസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. നിങ്ങളും രണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്ക് നല്ല ഇഷ്ടമാകുന്നൊരു ഇതാണിത്. നല്ല ഹെൽത്തി കൂടിയായിട്ടുള്ളൊരു എനർജി ബാറാണിത്. നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ സാധാരണ കയ്യിൽ വെക്കാറുണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കിട്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത് കഴിച്ചാൽ മതി. ഇതേപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ 2 ബാറും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.